വലിയ ബഡ്ജറ്റിലെത്തി തകർന്ന് തരിപ്പണമാകുന്ന സിനിമകൾ. ഇന്ത്യൻ സിനിമയിലെ തങ്ങളുടെ അപ്രമാദിത്വം മറ്റ് ഇൻഡസ്ട്രികളോട് അടിയറവ് പറയേണ്ടി വന്ന സാഹചര്യം. തങ്ങൾ സ്വന്തമാക്കി വെച്ച ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ ടോളിവുഡിന്റെ ബ്രഹ്മാണ്ഡ ചിത്രങ്ങൾ കടത്തിവെട്ടുന്നത് നോക്കി നിൽക്കേണ്ടി വന്ന നിസ്സഹായ അവസ്ഥ. ഇതൊക്കെ ആയിരുന്നു കുറച്ചു കാലമായി ബോളിവുഡ് സിനിമകൾ നേരിട്ടിരുന്ന പ്രധാന വെല്ലുവിളികൾ. കണ്ടുപഴകിയ കഥകൾ വൻ മേക്കിങ്ങിൽ എത്തിച്ചാൽ വിഷ്വൽ ബ്യൂട്ടിയിൽ മുഴുകി ആളുകൾ അതിനെ സ്വീകരിക്കുമെന്ന ധാരണകൾ പൊട്ടിപ്പൊളിയുന്നത് ബോളിവുഡ് കഴിഞ്ഞ കുറച്ചു കാലത്തിനിടെ കണ്ടു. ആ യാഥാർത്ഥ്യത്തിന്റെ തിരിച്ചറിവ് ഇന്ന് ആ പഴയ പ്രതാപം വീണ്ടെടുക്കാൻ ബോളിവുഡിനെ സഹായിക്കുന്നു എന്ന് വേണം പറയാൻ. വൻ താരനിരയില്ലാതെ കഥയ്ക്ക് പ്രാധാന്യം നൽകി സിനിമ എത്തിയപ്പോൾ ബോളിവുഡ് സിനിമകൾ കളക്ഷനിൽ മുൻപിലെത്താൻ തുടങ്ങി. ഹൗസ്ഫുൾ 5ന്റെയും റെയ്ഡ് 2ന്റെയും വിജയവും സൽമാൻ ഖാന്റെ സിക്കന്ദറിന്റെ പരാജയവും തന്നെ അതിന് ഉദാഹരണം. ഇന്ന് ആ തിരിച്ചുവരവ് എത്തി നിൽക്കുന്നത് ആമിർ ഖാന്റെ സിതാരെ സമീൻ പറിലാണ്. ബോളിവുഡിന്റെ തിരിച്ചുവരവിനൊപ്പം ആമിറിന്റെ കൂടി കംബാക്ക് ആണ് ആ വിജയം. ബോളിവുഡ് ഖാൻമാരിൽ ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവുക ഒരുപക്ഷെ ഷാരൂഖ് ഖാൻ ആയിരിക്കും. തന്റെ പിറന്നാൾ ദിനത്തിൽ മുംബൈയിലെ മന്നത്തിന് മുൻപിൽ തടിച്ചുകൂടുന്ന ആയിരങ്ങൾ മാത്രം മതി അതിന് തെളിവായി. ലോക ഭൂപടത്തിലും ഷാരൂഖ് എന്ന നടൻ ഒരു ഇന്ത്യൻ ഐക്കണാണ്. ഒരു ചെറിയ സെറ്റ് ബാക്കിന് ശേഷം 2023 ഷാരൂഖ് കണ്ടിന്യൂസ് ഹിറ്റുമായി തന്റെ ഗംഭീര തിരിച്ചുവരവ് അടയാളപ്പെടുത്തി. ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ തകർത്തെറിഞ്ഞു. അതേസമയം കഴിഞ്ഞ വർഷവും ഈ വർഷവും ഒരു കിങ് ഖാൻ സിനിമ പോലും റിലീസ് ചെയ്തിട്ടില്ല. ഷാരൂഖിനെ പോലെ സൽമാൻ ഖാനും 2023 മെച്ചപ്പെട്ട വർഷമായിരുന്നു. ടൈഗർ 3 460 കോടിക്ക് മുകളിൽ നേടി വിജയം കൊയ്തപ്പോൾ ഷാരൂഖിന്റെ പത്താനിലെ ക്യാമിയോ റോളും ആഘോഷിക്കപ്പെട്ടു. എന്നാൽ ഈ വർഷം എത്തിയ സിക്കന്ദർ സൽമാന് പരാജയമാണ് സമ്മാനിച്ചത്. AR മുരുകദോസ് എന്ന സംവിധായകനിൽ അർപ്പിച്ച വിശ്വാസം പോലും സിനിമ പുലർത്തിയില്ലെന്ന വിമർശനവും ഉയർന്നു. സൽമാൻ ട്രാക്ക് മാറ്റേണ്ട സമയം അതിക്രമിച്ചുവെന്ന അഭിപ്രായങ്ങളും വന്നു തുടങ്ങി. ബോളിവുഡിലെ ഖാൻമാരിൽ ഇവരിൽ നിന്ന് എന്നും വ്യത്യസ്തനാണ് മിസ്റ്റർ പെർഫെക്ഷനിസ്റ്റ് ആമിർ ഖാൻ. സിനിമകളുടെ സെലക്ഷൻ ആയിക്കോട്ടെ, അവയെ അപ്രോച്ച് ചെയ്യുന്ന രീതി ആവട്ടെ, ബോക്സ് ഓഫീസ് റെക്കോർഡുകളാവട്ടെ, ഏത് മേഖല എടുത്താലും ആ വ്യത്യസ്തത പ്രകടവുമാണ്. ഡിഫറൻറ്റ് യോണറുകൾ പരീക്ഷിക്കുന്ന ആമിറിന്റെ യാത്രയിൽ കഴിഞ്ഞ കുറച്ച് വർഷം അദ്ദേഹത്തിന് വിജയം നുണയ്ക്കാനായിരുന്നില്ല. 2018 തഗ്സ് ഓഫ് ഹിന്ദുസ്ഥാനും 2022 ലാൽ സിംഗ് ചദ്ദയും ആ പരാജയ ലിസ്റ്റിലെ അവസാന സിനിമകളാണ്. ലാൽ സിംഗ് ചദ്ദയുടെ പരാജയം അദ്ദേഹത്തിനുണ്ടാക്കിയ മാനസിക വിഷമം വലുതായിരുന്നു. മറ്റു ഖാൻമാർക്ക് സമാനമായ പ്രകടമായ ഒരു ഫാൻ ബേസ് അല്ല ആമിറിനുള്ളത്. പരീക്ഷണങ്ങളെ ഇഷ്ടപ്പെടുന്ന, അതിന് സ്പേസ് നൽകുന്ന ഒരു ക്ലാസിക് ആരാധക കൂട്ടമാണ് ആമിറിൻ്റേത്. ആ പരീക്ഷണം വിജയിച്ചാൽ അത് പറഞ്ഞുള്ള വീരവാദമോ പരാജയപ്പെട്ടാൽ കുറ്റപ്പെടുത്തലോ അവർ ഒരിക്കലും നടത്താറില്ലെന്ന് വേണം പറയാൻ. സൈലന്റായി അടുത്ത സിനിമയ്ക്കായി യാതൊരു പരിഭവവും കൂടാതെ അവർ കാത്തിരിക്കും. ഇന്ത്യക്കപ്പുറം ചൈനയിലും ആമിർ സിനിമകൾക്ക് ഒരു കൾട്ട് ഫാൻ ബേസ് ഉണ്ട്. ദംഗളിന് അവിടെ ലഭിച്ച വരവേൽപ്പ് അതിന് ഉദാഹരണമാണ്. 1300 കോടിക്ക് മുകളിലാണ് ദംഗൽ ചൈനീസ് ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം നേടിയത്. ഇന്ത്യയിൽ നിന്ന് നേടിയ കളക്ഷനേക്കാൾ കൂടുതലാണിത്. പ്രേക്ഷകരുടെയും നിരൂപകരുടെയും ഭാഗത്തു നിന്ന് തണുത്ത പ്രതികരണം ലഭിച്ചതോടെയാണ് 2022 ലാൽ സിംഗ് ചദ്ദ തിയേറ്ററുകളിൽ വിജയം കാണാതെ പോയത്. ഒരു വിദേശ ചിത്രം റീമേക്ക് ചെയ്തപ്പോഴുള്ള പോരായ്മകളും അന്ന് പലരുടെയും വിമർശനത്തിന് കാരണമായിരുന്നു. എന്നാൽ ഒരു റീമേക്കുമായി തന്നെയാണ് ആമിർ വീണ്ടും എത്തിയത്. തന്റെ ഹിറ്റ് സിനിമയുടെ രണ്ടാം ഭാഗത്തിന് ആമിർ തിരഞ്ഞെടുത്തത് ഒരു സ്പാനിഷ് ചിത്രത്തിന്റെ കഥ. 2022 തന്നെ വീണ്ടും ഒരു ഫീൽ ഗുഡ് സിനിമ. സമാനതകൾ ഏറെയുണ്ടായിരുന്നു 3 വർഷത്തിന് ശേഷമുള്ള വരവിൽ. എന്നാൽ സിനിമയുടെ റിലീസിന് ശേഷം ആ സമാനതകളിൽ നിന്ന് മോചനമുണ്ടായി. ലാൽ സിംഗ് ചദ്ദ ആദ്യ ദിനം വൻ കളക്ഷൻ നേടി പിന്നീട് തകർന്നടിഞ്ഞപ്പോൾ സിതാരെ സമീൻ പർ ആദ്യ ദിനത്തിലെ തണുപ്പൻ പ്രകടനത്തിൽ നിന്ന് ഉയർന്നു പറന്നു. ആദ്യ ദിനം 19.5 കോടി, രണ്ടാം ദിനം 34 കോടി, മൂന്നാം ദിവസം 40 കോടി. കളക്ഷനിൽ ആമിർ ചിത്രം കുതിച്ചു. ജൂൺ 20 പുറത്തിറങ്ങിയ ചിത്രം 2 ആഴ്ചയിലെത്തുമ്പോൾ 208 കോടിക്ക് മുകളിൽ കളക്ഷനാണ് നേടിയിരിക്കുന്നത്. ഇതിൽ 53 കോടിയോളം കളക്ട് ചെയ്തത് വിദേശത്ത് നിന്നാണ്. ആകെ കളക്ഷന്റെ 25%. സിതാരെ സമീൻ പർ ഓട്ടം നിർത്തുമ്പോൾ ലഭിക്കുന്ന കളക്ഷനിൽ ഒരു സിംഹഭാഗം ഇന്ത്യക്ക് പുറത്തു നിന്നുണ്ടാകുമെന്ന് നിസ്സംശയം പറയാം. ഈ വിജയം നൽകുന്ന മധുരം ആമിറിന് പേഴ്സണലാണ്. കളക്ഷൻ നമ്പറുകൾ മാത്രമല്ല, സിനിമയുടെ റിലീസിന് മുൻപ് താൻ അനുഭവിച്ച കടന്നുപോയ സാഹചര്യത്തിൽ നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പ് കൂടിയാണ് അതിന് കാരണം. ലാൽ സിംഗ് ചദ്ദയുടെ പരാജയം നൽകിയ മനോവിഷമവും തന്റെ രാഷ്ട്രീയ നിലപാടുകളുടെ പേരിൽ സിതാരെ സമീൻ പർ നേരിട്ട ബഹിഷ്കരണ ആഹ്വാനവുമെല്ലാം ആമിറിനെ തളർത്തിയിരുന്നു. അവിടെ നിന്ന് വീണ്ടും എഴുന്നേറ്റ് നിന്ന് ഓടാനുള്ള ഊർജ്ജം കൂടിയാണ് ഈ വിജയം നൽകുന്നത്. ലോകേഷിനൊപ്പമുള്ള ചിത്രവും മഹാഭാരതവുമെല്ലാം ഇതിന് പിന്നാലെ വരാനിരിക്കുന്നു. വളരെ സമയമെടുത്ത് കഥാപാത്രത്തെ പെർഫെക്ഷനിലെത്തിക്കുന്ന ആമിറിന്റെ ഡ്രീം പ്രൊജക്റ്റാണ് മഹാഭാരതം. അതിനാൽ ആ സിനിമ വരാൻ ദീർഘസമയം കാത്തിരിക്കേണ്ടി വരുമെന്നത് തീർച്ചയാണ്. അതിനായി കാത്തിരിക്കാൻ തയ്യാറാണ് അദ്ദേഹത്തിന്റെ ആരാധകരും. ഈ സിനിമകളിലൂടെയെല്ലാം ലോക സിനിമാ ഭൂപടത്തിൽ, ആഗോള ബോക്സ് ഓഫീസിൽ ആമിർ തന്റെ വിജയക്കുതിപ്പ് തുടരട്ടെ.